ശ്രീ പത്മനാഭൻ, നേരത്തെ ഇപ്പോൾ എം ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുത, ഇത്തരത്തിൽ ഒരു ഡയലോഗിനുള്ള അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കേണ്ടതായിരുന്നില്ലേ കേന്ദ്ര സർക്കാർ എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയാണ്. അമിത്ഷാ തന്നെ പാർലമെന്റിൽ ഒന്നോ രണ്ടോ തവണ വളരെ കൃത്യമായി വ്യക്തമാക്കി, ഈ വിഷയം സഭയിൽ ചർച്ചയ്ക്ക് വന്ന സമയത്തെല്ലാം വ്യക്തമാക്കി, ഇത്തരത്തിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു തരത്തിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയില്ല, അത്തരത്തിൽ ഒരാശങ്കയും ഇത് സംബന്ധിച്ച് വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ തലത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു നീക്കവും ഇതുവരെ നടക്കാത്ത ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇന്ത്യ മുന്നണിയിലെ ഈ കക്ഷികൾ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? അല്ല, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു തമാശ പ്രചരിപ്പിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, മക്കളോട് സ്നേഹമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ കേന്ദ്രത്തിനെതിരെ ചെന്നൈയിൽ യോഗം ചേർന്നു. മക്കളില്ലാത്ത മമതാ ബാനർജി പങ്കെടുത്തിട്ടുമില്ല. തമാശയാണ്. മക്കളോട് സ്നേഹമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ചെന്നൈയിൽ കേന്ദ്രത്തിനെതിരെ യോഗം ചേർന്നു, എന്നാൽ മക്കളില്ലാത്ത മമതാ ബാനർജി പങ്കെടുത്തിട്ടില്ല. അത് തമാശയാണ്. ഇവിടെ ഒരു വിഷയം എന്താ അറിയോ? ഈ ആവശ്യവുമായി ഇവർ മുന്നോട്ട് പോയാൽ ഇന്ത്യ മുന്നണി പൊളിയും. ഇന്ത്യ മുന്നണി പൊളിഞ്ഞ് പാളീസാവും. കാരണം പശ്ചിമ ബംഗാളിൽ വൻതോതിൽ സീറ്റ് കൂടുമെന്നാണ് ഇവരെന്നെ പറഞ്ഞുണ്ടാക്കുന്ന കണക്കാട്ടോ. കേന്ദ്ര സർക്കാർ കണക്കൊന്നും പുറത്തുവിട്ടില്ല. കേന്ദ്ര സർക്കാരിന് അതിന് അധികാരമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും കൂടി ഡീലിമിറ്റേഷൻ വരുന്ന കാലത്ത് സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ചെയർമാനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ആരെങ്കിലും ഒരാളോ ഒക്കെ മെമ്പർമാരായ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിൻ്റെ ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും മറ്റെല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് ഇത് തീരുമാനിക്കേണ്ടത്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ പക്ഷേ ഇവർ തന്നെ കുറേ കണക്ക് പുറത്തു വിടുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ തന്നെ കുറേ മൂപ്പര് ഇതെന്തോ തീരുമാനിച്ച മട്ടിലാണ്. അങ്ങോട്ട് പറയുന്നത് വടക്കേ ഇന്ത്യയെ കൂടുന്നു. അങ്ങനെയാകുമ്പോൾ RJDക്ക് പ്രശ്നമാണ്, RJDക്ക് നല്ലതാണ്, ബീഹാർ കൂടും. ഒരു ദേശീയ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടാ അവരെന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന്. പക്ഷെ ദേശീയ ഓൺലൈൻ മാധ്യമം പറയുന്നത് 98% സീറ്റ് കൂടും എവിടെ? ബീഹാറിൽ. അതായത് നിലവിൽ 40 ഉള്ളത് 76 ആവും അത്രേ. രാജസ്ഥാനിൽ 50 ആവും, ഇപ്പോൾ 25 50 ആവും. 100% സീറ്റ് വർധനവ്, 78% വർധനവ് UPയിൽ. അപ്പോൾ ഈ RJD SP അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ വലിയ തോതിൽ സീറ്റ് കൂടുന്നതാണ് ഈ ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ടത്. എനിക്ക് എൻ്റെ കണക്കറിഞ്ഞുകൂടാ എന്ത് അടിസ്ഥാനത്തിൽ അവർ പറയുന്നതെന്ന്. പശ്ചിമ ബംഗാളിൽ കൂടുമത്ര. അപ്പം മമതാ ബാനർജിയും RJDയും SP ഒക്കെ ഇതിനെതിരാ, ഈ മീറ്റിങ്ങിനെതിരാ. കൂടണം, അവരുടെ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടണം എന്ന താല്പര്യക്കാരവർ. ഈ പൊളിഞ്ഞു പോകും, ഇന്ത്യ മുന്നണി പൊളിയും. ഇതിപ്പോൾ എന്താ പ്രശ്നം അറിയോ? സ്റ്റാലിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. ടാസ്മാക് മദ്യ അഴിമതി, ഡൽഹിയിലെ അതേപോലെയുള്ള മദ്യ അഴിമതി വന്നിട്ടുണ്ട്. 1000 കോടി ഉറുപ്പ്യന്റെ മദ്യ കമ്പനികളിൽ നിന്നും മദ്യം വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, 1000 കോടിയുടെ ക്രമക്കേട്. ED അന്വേഷണം ആരംഭിച്ചു. താൽക്കാലികമായി ഈ തമിഴ്നാട് ഹൈക്കോടതി 2 ദിവസത്തേക്കോ മറ്റോ ഒരു സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ പിടിച്ച് നിൽക്കുക. ഇത് തുടങ്ങിയ അന്ന് മുതൽ ഇതിൽ തുടങ്ങാനൊരു വേറൊരു കാരണമുണ്ട്. ഈ തമിഴ്നാട്ടിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാന്നറിയോ? വിശ്വപ്രസിദ്ധനായ സെന്തിൽ ബാലാജിയാണ്. പണ്ട് ADMKയിലുള്ള കാലത്ത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരിക്കെ കണ്ടക്ടർമാരെയും മെക്കാനിക്കുമാരെയും ഡ്രൈവർമാരെയും നിയമിക്കുന്നതിൽ തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ വലിയ അഴിമതി നടത്തി. അത് പിന്നെ സെറ്റിൽ ചെയ്തു. വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കിയപ്പോൾ സുപ്രീം കോടതി എങ്ങനെയാണ് ഈ അഴിമതി സെറ്റിൽ ചെയ്യാന്ന് ചോദിച്ചിട്ട് നിങ്ങളിത് അന്വേഷിച്ച് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ CBIക്ക് വിടും എന്ന് പറഞ്ഞപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് ED വന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപേൻ്റെ കൈക്കൂലി വാങ്ങിയത് കണ്ടെത്തി ഇയാളെ പിടിച്ച് 6 മാസം ജയിലിലിട്ടു. 6 മാസം ഇയാൾ മന്ത്രിയായി ജയിലിൽ കിടന്നു, കേജ്രിവാളിനെ പോലെ. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇപ്പോൾ എക്സൈസ് വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുക. അപ്പോഴാണ് ഇപ്പോൾ അഴിമതി നടന്നിരിക്കുന്നത്. വലിയ അഴിമതി തമിഴ്നാട്ടിൽ നടന്നിട്ട് പ്രശ്നമാണിത്. ഇവർ ഉണ്ടാക്കിയ ഈ സംവിധാനത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസേതര പ്രതിപക്ഷ പാർട്ടികൾ, അതായത് 36 37 സീറ്റ് ലോക്സഭയിലുള്ള SP പോയിട്ടില്ല. 29 സീറ്റുള്ള മമതാ ബാനർജി പോയിട്ടില്ല. അതൊക്കെ ഇവർ തമ്മിൽ തന്നെ ഒരിക്കലും യോജിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അടിസ്ഥാനം എന്താ? ഇവിടെ 84ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത് എന്താ? 26 ശേഷം നടക്കുന്ന സെൻസസിന് ശേഷം, ദി സെൻസസ് വിച്ച് ടേക്ക് പ്ലേസ് ആഫ്റ്റർ 2026, അതായത് 2026 ശേഷം നടക്കുന്ന
സെൻസസിന് ശേഷമാണ് ഡീലിമിറ്റേഷൻ വേണ്ടത്. പഴയ കണക്ക് പ്രകാരം 2031 സെൻസസ് നടക്കേണ്ടത്, അതായത് 2026 ശേഷം നടക്കേണ്ട സെൻസസ്. പക്ഷേ 21 നടക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ആ സെൻസസ് 27 28 ഇനി 26 നടന്നേക്കാം. അങ്ങനെയാകുമ്പോൾ ആദ്യം ഒരു സെൻസസ് നടക്കണം, 26 ശേഷമായിരിക്കണം. എന്നിട്ട് ആ സെൻസസിന് അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടക്കണം. അതിനൊരു കമ്മീഷൻ നിയമിക്കണം. ആ കമ്മീഷൻ കണ്ടെത്തണം അതിൻ്റെ മാനദണ്ഡങ്ങൾ, എന്നിട്ട് അവർ നിശ്ചയിക്കണം. ഇതൊക്കെ ഏതോ കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമാണ്. പക്ഷേ ഡീലിമിറ്റേഷൻ നടക്കും. 26 കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ നടക്കും. 30 കൊല്ലത്തിൽ ഡീലിമിറ്റേഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നടക്കുമെന്ന് ഉറപ്പാണ്, അത് നടക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നടന്നല്ലേ പറ്റൂ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നടന്നു? ഇപ്പോൾ 2009 ആണ് ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പ്, അതായത് ഡീലിമിറ്റേഷൻ ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. 2001 സെൻസസ് പ്രകാരം അത് 6, 7, 8 ആയി നടപടിക്രമം പൂർത്തിയാക്കി 9 തെരഞ്ഞെടുപ്പിൽ അത് നടന്നു. അതിന് 30 കൊല്ലം കഴിയും അപ്പോഴേക്കും. അത് നടക്കണം. അത് നടക്കാൻ പോകുന്നതിനെ പറ്റി ബഹളം ഉണ്ടാക്കുക, ഇതൊക്കെ ദുരുദ്ദേശപരമാണ്. പല ഉദ്ദേശങ്ങളും ഉണ്ട്. ഇപ്പോൾ വേറെ ഉണ്ട്, രൂപ മാറ്റണം. ഏത് ഈ 6 ഹിന്ദിയിലെ രാ മാറ്റണമല്ലേ? ഈ രാ ആരാ രൂപകൽപ്പന ചെയ്തത്? തമിഴ്നാട്ടിലെ DMK MLA ധർമ്മലിംഗത്തിന്റെ മകൻ ഉദയകുമാർ അല്ലേ? അതെ. എൻ ധർമ്മലിംഗം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ DMKയുടെ MLAയുടെ മകൻ ഉദയകുമാറാണ് ഈ രാ രൂപ ചിഹ്നം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2010 UPA സർക്കാരിന്റെ കാലത്ത് കോമ്പറ്റീഷൻ മത്സരം നടത്തിയിട്ട് ഇത് ഏറ്റവും നല്ല ചിഹ്നത്തിന് അവാർഡ് കൊടുത്തിട്ടാണ് ഇത് സ്വീകരിച്ചത്. അവരെന്നെ ഉണ്ടാക്കിയതാണ്, അവരുടെ സർക്കാർ ഭരിക്കുമ്പോൾ. അപ്പോൾ അത് പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് എത്രത്തോളം തരം താഴാൻ പറ്റുമോ അത്രത്തോളം തരം താഴും. കാരണം അഴിമതി വലിയ പിടുത്തം വരാൻ പോകണേ. അതാണ് ഈ കേജ്രിവാൾ പോയതുപോലെ ജയിലിൽ പോയിട്ട് വരുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ത്രിഭാഷാ സമ്പ്രദായം. ഇന്നലെ തമിഴ്നാട്ടിലെ പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ രാജേന്ദ്രൻ അദ്ദേഹം ഹിന്ദിയിൽ ഇങ്ങനെ പ്രസംഗിക്കുക, എന്നിട്ട് പറയുക എൻ്റെ നാട്ടിലെ കുട്ടികൾ 3 4 ഭാഷ പഠിക്കട്ടെ, അവരെ തലയ്ക്കകത്ത് വിവരവും ജ്ഞാനവും വളരട്ടെ, തമിഴ് മാത്രമല്ല എല്ലാം പഠിക്കട്ടെ. എന്തായാലും ഹിന്ദിയിൽ പ്രസംഗിക്കുക. ഈ ഹിന്ദി വിരോധം പറഞ്ഞിട്ട് ആളെ കൂട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി തമിഴ്നാട്ടിൽ. ബ്രാഹ്മണ മേധാവിത്വ പാർട്ടി എന്ന് പറയുന്ന BJPക്ക് സ്വന്തമായി മത്സരിച്ചിട്ട് 18% വോട്ട് കിട്ടിയ സ്ഥലം അന്ന് തമിഴ്നാട്. അതാണ് ഇന്നത്തെ തമിഴ്നാട്. ബ്രാഹ്മണ മേധാവിത്വ പാർട്ടി എന്ന BJPയെ കൊണ്ട് RSSനെ കൊണ്ട് പറഞ്ഞത്. ആ പാർട്ടിക്ക് സ്വന്തമായി 18% വോട്ട് കിട്ടിയ സംസ്ഥാനമായി തമിഴ്നാട് മാറി. അതുകൊണ്ട് ഇത് ഉടായ്പാണ്. പിന്നെ ഈ കുറച്ച് ആൾക്കാർ കൂടെ കൂട്ടുന്നുണ്ട്, അത് അവരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട്. ഏതായാലും ഇതുമായി മുന്നോട്ട് പോയാൽ ഇന്ത്യ മുന്നണി പൊളിയും. ഇതങ്ങനെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് സ്റ്റാലിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ ഒരു യുദ്ധ പ്രഖ്യാപനം പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളിൽ ഉന്നയിക്കുന്നത് എന്നതാണ്.